ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷോസ് വ്ളോഗിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ കഥയിലൂടെ കിടക്കാം. ഞാനും എൻ്റെ സുഹൃത്തും ഒരു ദിവസം ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾക്കൊന്ന് വണ്ടർലയിൽ പോയാലോ എന്ന്. നമ്മൾ 8 പേരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് പറയാൻ മറന്നുപോയി. എൻ്റെ പേര് അജ്മൽ എന്നായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നീണ്ട പ്ലാനുകൾക്ക്, അതായത് ഓരോ പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ ആൾക്കാരും പതിയെ പതിയെ മുങ്ങാറാണ് പതിവ്. അങ്ങനെ നീണ്ട പ്ലാനിലുമായി നമ്മൾ ട്രെയിനിലൂടെ തന്നെ കൊച്ചി വണ്ടറിലോട്ട് പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ഫസ്റ്റ് ഭയങ്കര മുടക്കമുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ഒന്ന് സെറ്റായി വന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കൊച്ചി വണ്ടറയിലൊക്കെ എത്തി. അപ്പൊ തന്നെ ഒരു കുട്ടി ഒരു കാറിൽ നിന്നും, അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു BMW കാറിൽ നിന്നും അവൾ ഇറങ്ങി വന്നു. ഞാൻ ഫസ്റ്റൊക്കെ അവളെ കണ്ടപ്പോൾ തന്നെ മൈൻഡ് ചെയ്തില്ല. പിന്നീട് നമ്മൾ അവിടെ നിൽക്കുന്ന ടൈം അവള് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഒന്ന് ഫോട്ടോ എടുത്തു തരോ. അങ്ങനെ ഞാനാണെങ്കിൽ അവൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അവളും അവളുടെ 2 കസിനാണെന്ന് തോന്നുന്നു, ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 അവളുടെ പ്രായമുള്ള ആൾക്കാർ, ടോട്ടല് 3 പേരായിരുന്നു. അങ്ങനെ ഞാൻ പോവാൻ നേരം അവൾ എൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അതായത്, ചേട്ടാ ഒന്ന് നിൽക്കണേ. എന്താ? അതല്ല, ഈ ഫോട്ടോ വാങ്ങില്ലെങ്കിൽ എനിക്ക് വീണ്ടും ഒന്ന് എടുത്തു തരണം, അതിനു വേണ്ടിയാ. പോവല്ലേ, ഒന്ന് നിൽക്കണേ എന്നെൻ്റെ കയ്യിൻ്റെ ഇവിടെ പിടിച്ച് എന്നോട് പറയുകയാണ്. എൻ്റെ ഒക്കത്ത് വന്ന 7 നമ്മൾ 8 പേരാണല്ലോ പോയത്. ഒക്കത്ത് വന്ന 7 ഇഷ്ടപ്പെട്ടത് ഈ പെൺകുട്ടിയായിരുന്നു. അതായത് ഈ നീലക്കണ്ണുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയെ കാണാൻ നിറഞ്ഞത് പാലിൻ്റെ നിറമായിരുന്നു. വെളുത്ത പെൺകുട്ടിയായിരുന്നു. നല്ല സ്ട്രൈറ്റ് മുടിയും നല്ല ഇളം നീല കണ്ണും നല്ല ഐലാഷസ് ഒക്കെയുള്ള ഒരു പെൺകുട്ടി. ആര് കണ്ടാലും കൊതിച്ചു പോകും. പക്ഷെ എനിക്കെന്തോ അത്ര പെട്ടെന്ന് അവളെ അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നല്ല, എനിക്കെന്തോ അവളെന്തായാലും കിട്ടത്തില്ല എന്നൊരു തോന്നലായത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും കൂടുതൽ ആഗ്രഹിച്ചില്ല. അപ്പം എന്നെ കാണാൻ പറയുന്നത്, ഞാനെന്ന് പറയുന്നത് അത്യാവശ്യം കളറുണ്ട്. എൻ്റെ മുടി എന്ന് പറയുന്നത് കാപ്പി ചുരുണ്ട കളർ മുടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കൂടെ വന്ന 7 ആണും പിള്ളേരും പറയുന്നത്, ഡാ അവൾക്ക് നിന്നെ എന്തോ ഇഷ്ടപ്പെട്ടു, മതി നീ അവളോട് മിണ്ടിയത്, നമുക്കും കൂടെ അവളെ നോക്കേണ്ടതല്ലേ എന്നൊക്കെയായിരുന്നു എൻ്റെ കൂടെ വന്ന എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നത്. അവളെ എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവളെൻ്റെ കൈ പിടിച്ച ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അവിടെ മറിഞ്ഞു പോവുകയാണ്. അതായത്, ഞാൻ പോവാൻ നേരം മുറുക്കെ എൻ്റെ കൈ പിടിച്ചു. അതായത്, പോയേക്കല്ലേ എന്നുള്ള ഒരു ഭാവത്തിൽ, നിങ്ങളൊന്ന് പോവല്ലേ, ഈ ഫോട്ടോസ് ഒന്ന് ഭംഗിയില്ലെങ്കിൽ വീണ്ടും ഒന്ന് എടുത്തു തരണം. എന്നിട്ട് എന്നോട് പറഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്, എനിക്കാണെങ്കിൽ ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ലോക്കറൊക്കെ കിട്ടണമെങ്കിൽ തന്നെ 10 മണിയാവും. നമ്മൾ അവിടെ 9:30 വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അരമണിക്കൂർ സമയമുണ്ട്. ഞാൻ വിചാരിച്ചു ടൈമൊക്കെ ഉണ്ട്, പ്രശ്നമില്ല, ഞാൻ ഫോട്ടോ എടുത്തരാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അവൾ എന്നെ നോക്കി ഇളം പുഞ്ചിരിച്ചു. ഞാനാണെങ്കിൽ ക്യാമറ ഓണാക്കി അവളുടെ മുഖം മാത്രമേ കോൺസെൻട്രേറ്റ്, കാരണം എൻ്റെ കോൺസെൻട്രേഷൻ പോകാനുള്ള കാരണം തന്നെ അവളുടെ വശീകരിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടം. അവൾ എന്നെ നോക്കുന്നത് തന്നെ ഒരു വേറെ രീതിയിലാണ്. അത് കണ്ട ആരും, അതായത് എത്ര നല്ല ചെറുപ്പക്കാരനായാലും അവൻ ഒരു നിമിഷം വേണ്ടാത്ത എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും. അതുപോലുള്ള നോട്ടായിരുന്നു. അതായത്, ഒരു മനുഷ്യനെ കൊല്ലുന്ന നോട്ടം. അങ്ങനെ ഫോട്ടോ ഒക്കെ കൊടുത്തു. അവൾക്ക് ഒരു 10-100 എടുത്ത ഫോട്ടോയിൽ ഒരു 5-6 ഇഷ്ടമായി. താങ്ക് യു പറഞ്ഞ് വീണ്ടും എനിക്ക് കൈ തന്നു. ഞാൻ ഒന്നും മടിച്ചില്ല, ഞാൻ വേഗം തന്നെ അവൾക്ക് കൈ കൊടുത്തു. എന്നിട്ട് പോവാൻ നേരം ഞാൻ അവളോട് ചോദിച്ചു, ഒന്ന് നിൽക്കൂ, പേരെന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ പേര് മെർലിൻ എന്നാണ്. അങ്ങനെ പേര് പോലെ തന്നെ ആളും ഒരു മെർലിൻ തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ ഓക്കെ എന്നും പറഞ്ഞ് കൈ അവളെടുത്തു, ഞാൻ എടുത്തു മാറ്റി. അങ്ങനെ നമ്മൾ നേരെ മുകളിലോട്ടേക്ക് സ്റ്റെപ്പ് കയറി പോവുകയാണ്. അതായത് ലോക്കറിലോട്ടേക്ക്. വണ്ടർലയിലൊക്കെ പോയവർക്കറിയാം, അവിടെ ഒരു ലോക്കർ ഉണ്ടാവും, ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതാണ്. അതിലാണ് നമ്മൾ ഡ്രസ്സും ഒക്കെ തന്നെ വെക്കേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചു. എൻ്റെ ഷൂവും ഷോക്സൊക്കെ ഊരി അടിയിൽ വെച്ചു. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണ്. അതായത് അവിടെ ഓരോരോ വാഷ്റൂം ഉണ്ടാവും, ഓരോരോ ബോക്സ് പോലെ. അങ്ങനെ ഞാൻ ആ വാഷ്റൂമിലോട്ടേക്ക് കയറിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ ചാവിയൊക്കെ അതിൻ്റെ സൈഡിൽ കിണിച്ചു. ഞാൻ ചെരുപ്പും ഷൂ ഒക്കെ ലോക്കറിൽ വെച്ചു. ലോക്കർ അടച്ചു. ഞാൻ ആ ചാവി വേറെടുത്ത് ഏൽപ്പിക്കാൻ പോകുമ്പോഴാണ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ പിന്നെ എനിക്ക് ആ പെൺകുട്ടിയെന്ന് ഓർമ്മയില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സോടെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് എൻജോയ് ചെയ്യാനാണ്. അതായത് എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ പെൺകുട്ടികളെ കണ്ടാൽ മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സോടെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. നമ്മൾ 8 പേരും അതൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അതായത് പെണ്ണിന്റെ ബയ്യെ പോവാരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് തന്നെ. അങ്ങനെ ഞാൻ ആ കുട്ടിയൊക്കെ മറന്നു. ആ കുട്ടി എന്നൊക്കെ മറന്നിട്ടുണ്ടാവും. വേണ്ടല്ലേ, പിന്നീട് നമ്മൾ കാണാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത്ര പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോവാൻ നേരം അവൾ എൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അതായത് ചേട്ടാ ഒന്ന് നിൽക്കണേ. ചോദിച്ചാൽ എന്താ? അതല്ല, ഈ ഫോട്ടോ വാങ്ങില്ലെങ്കിൽ എനിക്ക് വീണ്ടും ഒന്ന് എടുത്തു തരണം, അതിനു വേണ്ടിയാണ്. പോവല്ലേ, ഒന്ന് നിൽക്കണേ എന്നെൻ്റെ കയ്യിൻ്റെ ഇവിടെ പിടിച്ച് എന്നോട് പറയുകയാണ്. എൻ്റെ ഒക്കത്ത് വന്ന 7 നമ്മ 8 പേരാണല്ലോ പോയത്. ഒക്കത്ത് വന്ന 7 ഇഷ്ടപ്പെട്ടത് ഈ പെൺകുട്ടിയായിരുന്നു. അതായത് ഈ നീല കണ്ണുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയെ കാണാൻ നിറയുന്നത് പാലിൻ്റെ നിറമായിരുന്നു. വെളുത്ത പെൺകുട്ടിയായിരുന്നു. നല്ല സ്ട്രൈറ്റ് മുടിയും നല്ല ഇളം നീല കണ്ണും നല്ല ഐലാഷസ് ഒക്കെയുള്ള ഒരു പെൺകുട്ടി. ആര് കണ്ടാലും കൊതിച്ചു പോകും. പക്ഷെ എനിക്കെന്തോ അത്ര പെട്ടെന്ന് അവളെ അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നല്ല, എനിക്കെന്തോ അവളെന്തായാലും കിട്ടത്തില്ല എന്നൊരു തോന്നലായത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും കൂടുതൽ ആഗ്രഹിച്ചില്ല. അപ്പം എന്നെ കാണാൻ പറയുന്നത്, ഞാനെന്ന് പറയുന്നത് അത്യാവശ്യം കളറുണ്ട്. എൻ്റെ മുടി എന്ന് പറയുന്നത് കാപ്പി ചുരുണ്ട കളർ മുടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കൂടെ വന്ന 7 ആണും പിള്ളേരും പറയുന്നത്, ഡാ അവൾക്ക് നിന്നെ എന്തോ ഇഷ്ടപ്പെട്ടു, മതി നീ അവളോട് മിണ്ടിയത്, നമുക്കും കൂടെ അവളെ നോക്കേണ്ടതല്ലേ എന്നൊക്കെയായിരുന്നു എൻ്റെ കൂടെ വന്ന എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നത്. അവളെ എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവളെൻ്റെ കൈ പിടിച്ച ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അവിടെ മറിഞ്ഞു പോവുകയാണ്. അതായത് ഞാൻ പോവാൻ നേരം മുറുക്കെ എൻ്റെ കൈ പിടിച്ചു. അതായത് പോയേക്കല്ലേ എന്നുള്ള ഒരു ഭാവത്തിൽ, നിങ്ങളൊന്ന് പോവല്ലേ, ഈ ഫോട്ടോസ് ഒന്ന് ഭംഗിയില്ലെങ്കിൽ വീണ്ടും ഒന്ന് എടുത്തു തരണം. എന്നിട്ട് എന്നോട് പറഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്, എനിക്കാണെങ്കിൽ ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ലോക്കറൊക്കെ കിട്ടണമെങ്കിൽ തന്നെ 10 മണിയാവും. നമ്മൾ അവിടെ 9:30 വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അരമണിക്കൂർ സമയമുണ്ട്. ഞാൻ വിചാരിച്ചു ടൈമൊക്കെ ഉണ്ട്, പ്രശ്നമില്ല, ഞാൻ ഫോട്ടോ എടുത്തരാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അവൾ എന്നെ നോക്കി ഇളം പുഞ്ചിരിച്ചു. ഞാനാണെങ്കിൽ ക്യാമറ ഓണാക്കി അവളുടെ മുഖം മാത്രമേ കോൺസെൻട്രേറ്റ്. അവൾ പൊങ്ങുന്ന ടൈം എൻ്റെ ചുണ്ടും അവളുടെ ചുണ്ടും അത്ര അടുത്തായിരുന്നു. അതായത് അവൾ എന്നെ ഞെട്ടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അവൾ പൊങ്ങി എഴുന്നേറ്റത്. പക്ഷെ രണ്ടുപേരും കണ്ണും ചുണ്ടൊക്കെ നോക്കുമ്പോൾ തന്നെ രണ്ടുപേരുടെ ഫീലിങ്സ് അങ്ങ് തരം മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും രണ്ടുപേർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവൾക്കാണെങ്കിൽ എന്നെ ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ എനിക്കെന്നല്ല, ആ നാട്ടിലെ ആ വണ്ടറിലെ തന്നെ എല്ലാ ആമ്പിളർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ നേരെ വന്നു, എൻ്റെ 2 കവിളിനും കൈയൊക്കെ വെച്ചു. എൻ്റെ കിളി പോയി, എന്തൊക്കെയാണ് ഈ പെൺകുട്ടി കാണിക്കുന്നത്? അങ്ങനെ വീണ്ടും അവൾ എൻ്റെ കൈ മെല്ലെ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി വീണ്ടും അടിയിലോട്ടേക്ക് ആദ്യം കുനിയുകയാണ്. പിന്നീട് അവൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അവിടെ നല്ലൊരു സ്വർഗ്ഗമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലുള്ള കഥകൾ വീണ്ടും പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. 500 രൂപ പേ ചെയ്താൽ ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അടിപൊളി ഇടിവെട്ട് സാധനമായിരിക്കും രാത്രി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത്. വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ തന്നെയാണ്. 6 മാസത്തേക്ക് ഈ 500 രൂപ അയച്ചാൽ നിങ്ങൾക്ക് 6 മാസത്തേക്ക് പിന്നെ ചിന്തിക്കേ വേണ്ട. 6 മാസത്തേക്ക് ഈ സർവീസ് ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.